നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാവ്ദേക്കറുമായി ഇപിയുടെ കൂടിക്കാഴ്ച അറിഞ്ഞിരുന്നില്ല എന്നും ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവന്ന വാർത്തകളിൽ നിന്നുള്ള വിവരമാണ് എനിക്കുള്ളതെന്നും ശോഭ പറയുന്നു. ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയിലേക്ക് വരുന്നതിനു മുൻപാണ് ഞാനും ജയരാജനുമായി ചർച്ച നടന്നതെന്നും ശോഭ പറയുന്നു. ശോഭയുടെ വാക്കുകൾ ജയരാജന് ഇടുത്തിയാകുകയാണ്. ഡൽഹിയിൽ ഹോട്ടൽ ലളിതിൽ വെച്ച് ഞങ്ങൾ 3 പേരും കണ്ടുവെന്ന് ശോഭ പറഞ്ഞു. BJPയിൽ ചേരാനുള്ള തന്റേടത്തോടെ തന്നെയാണ് അദ്ദേഹം വന്നത്. ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങൾ ചായ കുടിച്ചു, 5-6 മിനിറ്റ് സംസാരിച്ചു കാണും. അപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അതോടെ അദ്ദേഹം ആകെ ടെൻഷനിലായി. മുഖഭാവവും ശരീരഭാഷയും മാറി. പിറ്റേന്ന് BJPയിൽ ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പിന്മാറി. നമുക്കൊന്ന് നീട്ടിവെക്കേണ്ടി വരും എന്നാണ് എന്നോട് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു BJP നേതാവുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയ്ക്കാണ് തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തെ ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല എന്നും ശോഭ പറയുന്നു. 3 തവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ എന്റെ സഹോദരിയുടെ മകന്റെ വസതിയിലും തൃശൂരിലെ എന്റെ വാടക വീട്ടിലും 2 തവണ വീതം വന്നിട്ടുണ്ട്. അതിൽ 3 തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. 2023 ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച. ജയരാജൻ തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്ന് ആ കൂടിക്കാഴ്ചയിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി ഞാൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാകുകയും ചെയ്തു. പാർട്ടി തന്നെ ഒതുക്കി നിർത്തിയെന്ന് ജയരാജൻ പറഞ്ഞു. അതാണ് CPM വിട്ട് BJPയിൽ ചേരാൻ തീരുമാനിച്ചതിന് കാരണമെന്നും EP പറഞ്ഞു. തന്നെക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ അനിഷ്ടവും വേദനയുമാണ് പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണെന്നും EP പറഞ്ഞു. ഡൽഹി മിഷൻ നടക്കാതെ പോയെങ്കിൽ പിന്നെ എന്തിനാണ് തൃശൂർ രാമനിലയത്തിൽ വെച്ച് നിങ്ങൾ 3 പേരും വീണ്ടും കണ്ടതെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ശോഭ സുരേന്ദ്രൻ മറുപടി പറഞ്ഞത്, നന്ദകുമാർ വീണ്ടും വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഇനി ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് സംഭവിച്ചത് ജയരാജന് വിശദീകരിക്കണമെന്നുണ്ടെന്ന് നന്ദകുമാർ പറഞ്ഞു. MV ഗോവിന്ദന്റെ യാത്ര തൃശൂരിലെത്തിയ ദിവസമായിരുന്നു കൂടിക്കാഴ്ച. കണ്ടപ്പോൾ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് EP വിശദീകരിച്ചു. തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്നും തൽക്കാലം മാറ്റിവെക്കേണ്ടി വരുമെന്നും പറഞ്ഞു. പിന്നീട് വിവരം അറിയിക്കാമെന്നും പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ഞാൻ കൊച്ചിയിലുള്ളപ്പോൾ ഒരു ഫോൺ വന്നു. ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് അവിടെ എത്താൻ ജയരാജന്റെ നിർദ്ദേശമുണ്ടെന്ന് വിളിച്ചയാൾ പറഞ്ഞു. അവിടെ വെച്ചാണ് ജയരാജന്റെ മകനെ കാണുന്നത്. അല്ലാതെ ജയരാജൻ പറഞ്ഞതുപോലെ യാദൃശ്ചികമായി കണ്ട് നമ്പർ വാങ്ങിയതൊന്നുമല്ല. ജയരാജന്റെ ആവശ്യപ്രകാരം നന്ദകുമാർ എന്നെ തേടി വരികയായിരുന്നു. EPയോട് സംസാരിച്ചാണ് പത്രസമ്മേളനം നടത്തിയതെന്ന് നന്ദകുമാർ തന്നെ പറഞ്ഞല്ലോ. ദല്ലാളിനെ ഇറക്കി എനിക്കെതിരെ ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ച് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നശിപ്പിക്കാൻ ആരാണ് ശ്രമിച്ചത്? അതുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് പറയേണ്ടി വന്നത്.